ഹായ്, ഇന്നൊരു ഞായറാഴ്ച ഒരു ഒഴിവ് ദിവസം കിട്ടിയപ്പോഴത്തേക്കും വണ്ടിയൊക്കെ ആവപ്പാടെ ഒന്ന് അത്യാവശ്യം ചെളിയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ഒന്ന് കൊണ്ടേ ഒന്ന് കഴുകി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ വണ്ടി ഒന്ന് കൊണ്ടുപോയി പുറത്തു കൊടുത്ത് കഴുകുന്ന നല്ലതായിരിക്കും. ഇൻറ്റീരിയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്. അപ്പോൾ നമുക്കൊന്ന് പുറത്തു പോയി വണ്ടിയൊക്കെ ഒന്ന് കഴുകി. നമ്മുടെ കിഴക്കമ്പലത്താണ് പോകുന്നത്. അപ്പോൾ കിഴക്കമ്പലം ടൗണൊക്കെ ഒന്ന് കറങ്ങി വരാം. വണ്ടി വാഷിങ് മാത്രമല്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ലിസ്റ്റും കൂടെ മമ്മി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സാധനം കൂടെ വാങ്ങിക്കണം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇവിടെ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ് റൂട്ടാണ്. പക്ഷേ ഇത് മെയിൻ ബസ് റൂട്ടല്ല. ഒരു 5-6 ബസ്സൊക്കെ ഓടുന്നുള്ളൂ. അരമണിക്കൂർ ഇടവിട്ടൊക്കെ ബസ് ഉണ്ടാകത്തുള്ളൂ. വീടിൻ്റെ അവിടെ നിന്ന് നേരെ ഇറങ്ങി റൂട്ടിൽ നിന്ന് നേരെ ജസ്റ്റ് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലേക്ക് കിടക്കുന്നതാണ്. നമ്മുടെ ഇവിടെ നിന്നാണ് ബൈപ്പാസ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കിഴക്കമ്പലം ബൈപ്പാസ് റോഡാണ്. അപ്പോൾ ഈ റോഡെയാണ് നമുക്ക് ടൗണിലേക്ക് പോകേണ്ട കേട്ടോ. നേരെ ആദ്യം പോയിട്ട് നമുക്ക് വണ്ടി ഒന്ന് കഴുകാം. ഡമ്മേ ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഏകദേശം 1 മണിക്കൂർ എടുക്കുമെന്ന്. എന്നാൽ ആ സമയം കൊണ്ട് ടൗണിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി തരാമെന്ന് ഓർത്തു. ഇതാണ് കേട്ടോ 2020 മാർക്കറ്റ് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല. ഞാൻ അവിടുന്ന് നേരെ നടന്ന് ടൗണിലേക്ക് പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി പതുക്കെ തിരിച്ചു വന്നപ്പോഴത്തേക്കും വണ്ടിയുടെ വാഷിംഗ് ഒക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു. വണ്ടി വാഷ് ചെയ്തിട്ടേക്കുക. ഇനി ഇൻറ്റീരിയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ വാഷിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുത്ത് നേരെ ഇനി വീട്ടിലേക്ക് പോവാണ്. നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് കേട്ടോ പോകേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലുവ പൂക്കാട്ടുപടി ഭാഗത്തു നിന്ന് വരുന്ന വഴിയാണ്. നേരെ വന്ന് കിഴക്കമ്പലം ജംഗ്ഷൻ എത്തും. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. നേരെ പോയി കഴിഞ്ഞാൽ പള്ളിക്കര എത്തും. പള്ളിക്കരയിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ കാക്കനാട് പോവാം. നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലമൂട് കരിമൂട് വഴി നേരെ തൃപ്പൂണിത്തറയ്ക്കൊക്കെ പോകാനായിട്ട് പറ്റും. നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്ത റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവാറ്റുപുഴയ്ക്കുള്ള റോഡാണ്. മൂവാറ്റുപുഴ പെരുമ്പാവൂരൊക്കെ ഈ വഴിക്ക് തന്നെയാണ് പോകുന്നത്. ഈ റോഡിൽ കയറി നമ്മൾ ആദ്യം ചെല്ലുന്നത് കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗത്തേക്കാണ് ചെല്ലുന്നത്. ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കിഴക്കമ്പലം പഞ്ചായത്തിലേക്കൊക്കെ പോകാൻ പറ്റും. നമ്മളവിടുന്ന് നേരെ മെയിൻ റോഡ് തന്നെയാണ് പോകുന്നത്. ഈ റോഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ മൂവാറ്റുപുഴയ്ക്കുള്ള റോഡാണ്. ജസ്റ്റ് ഈ ഒരു ടൗൺ കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോഞ്ഞാശ്ശേരി വഴി പെരുമ്പാവൂർക്ക് ഒരു റോഡ് കിടപ്പുണ്ട്. മൂവാറ്റുപുഴ ഭാഗത്തേക്ക് പോകാനായിട്ടാണെങ്കിൽ ഇവിടെ നിന്ന് നേരെ ഒരു 5 കിലോമീറ്റർ പട്ടിമറ്റമാണ്. പട്ടിമറ്റം ചെന്ന് കഴിഞ്ഞാൽ നേരെ പോയി കഴിഞ്ഞാൽ KSRTC റോഡ് പോവാം. അല്ല റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കോലഞ്ചേരി വഴി തൃപ്പൂണിത്തറ മൂവാറ്റുപുഴ റോഡ് വഴിയാണെങ്കിലും പോകാനായിട്ട് പറ്റും. പട്ടിമറ്റത്ത് നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ പെരുമ്പാവൂർക്ക് എത്താനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ കിഴക്കമ്പലത്തു നിന്ന് മൂവാറ്റുപുഴയ്ക്കും തൃപ്പൂണിത്തറയ്ക്കും ആലുവയ്ക്കും പെരുമ്പാവൂർക്കും ഒക്കെ ഉള്ള റോഡുകളുണ്ട്. അത്യാവശ്യം ഒരു എറണാകുളത്തിൻ്റെ ഒരു സെൻട്രൽ പോയിൻ്റ് എന്ന് പറയാം കിഴക്കമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ടൗണിൽ കൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ നമ്മൾ മാർക്കറ്റ് ജംഗ്ഷൻ്റെ അങ്ങോട്ടാണ് ചെല്ലുന്നത്. മാർക്കറ്റിൻ്റെ അവിടെ തന്നെയാണ് അന്ന അലുമിനിയത്തിൻ്റെ കമ്പനിയൊക്കെ ഇരിക്കുന്നത്. അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒളിമ്പ്യൻ ശ്രീജേഷ് റോഡാണ്. നമ്മുടെ ഒളിമ്പ്യൻ ശ്രീജേഷിൻ്റെ വീടൊക്കെ ആ റോഡിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് ആ റോഡ് ആ ഒരു പേരിൽ അറിയപ്പെടുന്നത്. ഇതാണ് അന്ന അലുമിനിയവും മാർക്കറ്റും ഒക്കെ വരുന്ന ജംഗ്ഷൻ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ അന്ന അലുമിനിയത്തിൻ്റെ കമ്പനി. ലെഫ്റ്റ് സൈഡിൽ കിഴക്കമ്പലം മാർക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ നടുക്കൂടെയുള്ള റോഡെയാണ് നമുക്ക് വീട്ടിലേക്ക് പോകേണ്ടത്. ഈ ഒരു റോഡ് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ കുറച്ച് റോഡ് മോശമുണ്ട് കേട്ടോ. ഒരു 50 മീറ്ററോളം അത്യാവശ്യം നല്ല കുഴികളുണ്ട്. ഇതുവരെ കാര്യമായിട്ട് റെഡിയാക്കിയിട്ടില്ല. കുറേ നാളുകളായിട്ട് ഈ റോഡ് ഇങ്ങനെ മോശമായിട്ട് കിടക്കുകയാണ്. ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ അത്യാവശ്യം നല്ല വലിയ കുഴികളാണ് കേട്ടോ. ഇതൊന്ന് എത്രയും പെട്ടെന്ന് തന്നെ റെഡിയാക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ മോശമായിട്ട് കിടക്കുന്നത്. വേറെ റോഡിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല വലിയ കുഴികളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഈ ഒരു റോഡ് നേരെ പോകുന്നത് ഇത് ബൈപ്പാസ് റോഡാണ് കേട്ടോ. കിഴക്കമ്പലം ബൈപ്പാസ് റോഡാണ്. ഇത് നേരെ നമുക്ക് താമരച്ചാല് ഭാഗത്തേക്കും അതുപോലെ തന്നെ ഇത് പെരുമ്പാവൂർ ഭാഗത്തേക്കും ഒക്കെ പോകാനായിട്ട് പറ്റും. ഈ ബൈപ്പാസ് റോഡ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പൊയ്യാക്കുന്നമാണ് ആ ഒരു ഏരിയ. അപ്പുറത്തെ സൈഡ് പൊയ്യാക്കുന്നം എന്ന് അറിയപ്പെടുന്നത്. ശ്രീ മഹാദേവർ ക്ഷേത്രമാണ് പൊയ്യാക്കുന്നം ഈ കാണുന്നത്. ഇതിൻ്റെ തൊട്ട് സൈഡിൽ ഒരു കനാലൊക്കെ പോകുന്നുണ്ട്. ഇത് ഭൂതത്താൻകെട്ടിയിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. വെള്ളത്തിനൊന്നും ഒരിക്കലും ഇവിടെ ഒരു ക്ഷാമം ഉണ്ടാവത്തില്ല. വേനൽക്കാലത്താണെങ്കിലും വെള്ളമൊക്കെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഈ ഒരു അമ്പലവും ഈ ഒരു ഭാഗവും ഒക്കെ കാണാനായിട്ട് നല്ല രസമാണ്. ഒരു പാടമാണ്. വൈകുന്നേര സമയമൊക്കെ ഇവിടെ സൺസെറ്റൊക്കെ കാണാൻ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. രാവിലെയൊക്കെ ഒരുപാട് ആൾക്കാർ ഈ ഒരു വഴിക്ക് നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. കിഴക്കമ്പലം ബൈപ്പാസ് വഴി നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ ഈ ഒരു ഭാഗം മൊത്തം പാടമാണ് കേട്ടോ. 2 സൈഡിലും പാടമാണ്. കൃഷിയും കാര്യങ്ങളൊന്നും ഇപ്പോൾ കാര്യമായിട്ടൊന്നും ഇല്ല. പക്ഷേ ഈ ഒരു ഭാഗത്തിന് നമ്മൾ അറിയപ്പെടുന്നത് വയലോരം എന്നാണ്. ഈ 2 പാടത്തിൻ്റെയും നടുക്കൂടെയാണ് ഈ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കടകളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ പേര് വയലോരം എന്നാണ്. വയലോരം കോഴിക്കടയുണ്ട്, താറാവ് കടയുണ്ട്. പിന്നെ അവിടെ ഒരു ബീഫിൻ്റെ സ്റ്റോൾ ഉണ്ടായിരുന്നു. അതിപ്പം പ്രവർത്തിക്കുന്നില്ല.
മൂവാറ്റുപുഴ ഭാഗത്തു നിന്നൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കിഴക്കമ്പലം ടൗൺ ടച്ച് ചെയ്യാതെ ആലുവ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബൈപ്പാസ് വഴി നേരെ കയറി വന്നാൽ മതി കേട്ടോ. കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ, 2 കിലോമീറ്റർ ഉള്ളൂ മാക്സിമം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് സെൻറ്റ് മേരീസ് പബ്ലിക് സ്കൂളുണ്ട്. ഇവിടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. അവിടെ ഒരു സ്വിമ്മിങ് അക്കാഡമി ഒക്കെ ഉണ്ട് സ്കൂളിന്. സ്കൂളിൻ്റെ തന്നെ പള്ളിയാണ് കേട്ടോ, ഇത് വലിയ പള്ളിയാണ്. മാർത്താ മറിയം വലിയ പള്ളിയാണ് ഇത്. പള്ളിയുടെ അവിടുന്ന് നേരെ താഴോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ റോഡ് രണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാരുകുളം വഴി പെരുമ്പാവൂർ ഭാഗത്തേക്കും പോവാം. ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് താമരശാല പൂക്കാട്ട് വഴി ആലുവയ്ക്കും എടപ്പള്ളിക്കും പോവാം.